ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനായ കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ, മഹായിടവകയുടെ ഔദ്യോഗിക ഭാരവാഹികൾ, ഈ സമ്മേളനത്തിൻ്റെ കൺവീനേഴ്സ്, സൃജനസഖ്യം പ്രസിഡൻറ്റ്, കോട്ടയം മുനിസിപ്പൽ ചെയർപേഴ്സൺ, വന്യരായ അച്ഛന്മാരെ, സഭാശുശ്രൂഷകരെ, വിശ്വാസ സമൂഹമേ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. 148ാമത് മഹായിടവക ദിന സമ്മേളനത്തിലേക്ക് ഞാനും നിങ്ങളെല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഫ്രാൻസിസ് ജോർജ് MP ഇന്ന് വരേണ്ടതാണ്. എന്നാൽ ചില അടിയന്തര സാഹചര്യമുണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് വരുവാൻ ഈ സമ്മേളന സമയത്ത് സാധിക്കില്ല, ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ആത്മായ സെക്രട്ടറി ഓർപ്പിച്ചതുപോലെ മഹായിടവകയുടെ ചരിത്രം ആരംഭിക്കുന്നത് 1879 തിരുക്കൊച്ചി മഹായിടവക രൂപീകരണത്തോടു കൂടിയാണ്. 1947 തിരുക്കൊച്ചി മഹായിടവക മധ്യകേരള മഹായിടവക എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. അങ്ങനെ ദീർഘമായ 148ാമത് മഹായിടവക ദിനത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ മഹായിടവകയ്ക്ക് നേതൃത്വം നൽകിയ വിദേശികളായ 5 ബിഷപ്പന്മാർ, തദ്ദേശീയരായ 7 ബിഷപ്പന്മാർ, അങ്ങനെ 12 ബിഷപ്പന്മാരുടെ നിസ്വാർത്ഥമായ സേവനം ഈ മഹായിടവകയ്ക്ക് ലഭിച്ചു. അതോടൊപ്പം തന്നെ അൽമായ നേതൃത്വത്തിൻ്റെ കഠിനാധ്വാനം, പട്ടക്കാർ, ഉപദേശിമാർ, വിശ്വാസ സമൂഹം, ഇവരുടെ എല്ലാം ചേർന്നുള്ള പ്രവർത്തനങ്ങൾ, ഇത് മഹായിടവകയുടെ നാളിതുവരെയുള്ള വളർച്ചയ്ക്ക് മുഖാന്തരമായി. സമൂഹത്തിൻ്റെ അഥവാ കേരളത്തിൻ്റെ ആത്മീക, സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക വളർച്ചയ്ക്ക് സഭ ഊന്നൽ നൽകിയിരുന്നു. നാം 2 മണിക്ക് ആരംഭിച്ച ബാബു സാറിലൂടെ കേട്ട ചരിത്രത്തിൽ മിഷണറിമാർ കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്ക് ആകമാനം നൽകിയ നേട്ടത്തെപ്പറ്റി, ഭാഷയ്ക്ക് രൂപകൽപ്പന ചെയ്തതിനെപ്പറ്റി, ഗ്രാമർ നൽകിയതിനെപ്പറ്റിയൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി. മിഷണറിമാരുടെ സേവനവും സഭയുടെ സേവനവും ഒരിക്കലും തമസ്കരിക്കുവാൻ സാധിക്കുന്നതല്ല. മഹായിടവക ഇന്ന് ഈ കോട്ടയം പട്ടണത്ത് മാത്രമല്ല, കേരളത്തിൽ അതിൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. 100 LP സ്കൂളുകൾ ഇന്ന് സഭയുടെ നിയന്ത്രണത്തിന് കീഴിലുണ്ട്. 9 UP സ്കൂളുകൾ, 18 ഹൈസ്കൂളുകൾ, 5 ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉൾപ്പെടെ 132 വിദ്യാലയങ്ങൾ മഹായിടവകയുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലായി പ്രവർത്തിക്കുന്നു. 2 ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, 3 സ്പെഷ്യൽ സ്കൂളുകൾ, സെൽഫ് ഫിനാൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന 8 വിദ്യാലയങ്ങൾ, അതിൽ 2000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ വരെയുണ്ട്. സെൽഫ് ഫിനാൻസ് മേഖലയിലും എയ്ഡഡ് മേഖലയിലുമായുള്ള 8 കോളേജുകൾ, അങ്ങനെ 153 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ മഹായിടവകയുടെ പ്രവർത്തന പരിധിയിൽ ഇന്ന് വരുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ എഡ്യൂക്കേഷണൽ ഏജൻസിയാണ് നാം എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. CMS മിഷണറിമാർ കേരളത്തിൽ വന്നതിലൂടെ ഈ നാടിന് ലഭിച്ച നേട്ടം അവിസ്മരണീയമാണ്. അച്ചടിക്ക് തുടക്കം കുറിച്ചു. പള്ളിക്കൂടങ്ങൾ ആരംഭിച്ചത് ആലപ്പുഴ മുതൽ അതിന് തുടക്കം കുറിച്ചു. കോളേജ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച്
CMS കോളേജിൽ നിന്ന് 210 വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. അടിമ വ്യവസ്ഥയ്ക്ക് അറുതി വരുത്തി CMS മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ അതിന് ഉത്തേജനം നൽകി. സ്ത്രീ വിദ്യാഭ്യാസം എന്നത് മരീചികയായിരുന്ന കേരളത്തിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു. മൺട്രോ തുരുത്ത് ഇന്നും അടിമ വിമോചനത്തിൻ്റെ കേളികുട്ടിൻ്റെ ഇടമാണല്ലോ. മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ സഭ എന്നും പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നു. മനുഷ്യന് വ്യക്തിത്വം നൽകുവാൻ സഭ എന്നും ബദ്ധശ്രദ്ധമാണ്. വിവിധങ്ങളായ പ്രവർത്തന മുഖങ്ങൾ അതിനെ ഏറ്റെടുത്ത് നടത്തുന്നതിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നു. കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ സാഹചര്യങ്ങളെ സസൂക്ഷ്മം വിലയിരുത്തുന്നതിൽ സഭ എന്നും ശ്രദ്ധ ചെലുത്തുന്നു. നീറ്റ് എക്സാമിൽ നടന്ന അഴിമതി ഒന്ന് പുറത്തു വന്നുവെന്ന് മാത്രമേ ഉള്ളൂ. 20 കുഞ്ഞുങ്ങളുടെ ജീവൻ ഹോമിക്കപ്പെട്ടു എന്നത് ഏറെ വേദന ഉളവാക്കുന്നൊരു അനുഭവമാണ്. അതിൻ്റെ പേരിൽ യുവജനങ്ങൾ ഒത്തുകൂടിയ ഡൽഹിയുടെ സാഹചര്യം കഴിഞ്ഞ ചില ദിവസങ്ങളായി നാം കേൾക്കുകയായിരുന്നല്ലോ. യുവജനങ്ങളെ മൃഗീയമായി നേരിട്ട പോലീസ് കിരാത പ്രവർത്തനങ്ങളെ പ്രത്യേകം അപലപിക്കുന്നു. ജനാധിപത്യ രാജ്യത്ത് സമാധാനപരമായി സമരം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ അവരുടെ ആവലാതികൾ കേൾക്കുവാൻ കേന്ദ്ര ഭരണാധികാരികൾക്ക് സാധിക്കേണ്ടതും ഏറെ ആവശ്യമാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിൽ ഗവൺമെൻറ്റുകളുടെ ശ്രദ്ധ പ്രത്യേകമുണ്ടാകണം എന്നും ആവശ്യപ്പെടുന്നു. കേന്ദ്രത്തിൽ മാത്രമല്ല, കേരളത്തിലെ PSC പരീക്ഷകളും നേരിടുന്ന ആരോപണങ്ങൾ ഗവൺമെൻറ്റുകൾ പ്രത്യേകം പരിശോധിക്കണം എന്നാവശ്യപ്പെടുന്നു. ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന ജനകീയമായ കാര്യങ്ങളെ മഹായിടവക എന്നും പിന്തുണയ്ക്കും. തൂഫാൻ ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തുന്ന ഈ ഒരു വലിയ പ്രവർത്തനം കേരളത്തിൽ നിന്ന് ലഹരിയുടെ പിടിയിൽ നിന്ന് കേരളത്തെ വിമോചിക്കുവാൻ, യുവജനങ്ങളെ വിമുക്തമാക്കുവാൻ കേരള ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുന്ന, പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി മുൻകൈയെടുത്ത് നേതൃത്വം നൽകുന്ന തൂഫാൻ പ്രവർത്തനങ്ങൾക്ക് പരിപൂർണമായ പിന്തുണ നൽകുന്നു. നീതിബോധമുള്ള തലമുറയെ വാർത്തെടുക്കുവാൻ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. 180-ാം വർഷത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന സഭ സമൂഹത്തിൻ്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടി, ആത്മികവും ഭൗതികമായ വളർച്ചയ്ക്ക് വേണ്ടി മുന്നേറുവാൻ പ്രതിജ്ഞാബദ്ധരായി മുന്നോട്ട് വരാം. നാം ഒന്നിച്ചു കൂടുമ്പോൾ നാം ആരെന്നുള്ള ബോധ്യവും ഒന്നായി നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും നമ്മെ ഊട്ടിയുറപ്പിക്കുവാൻ ഇതുപോലെയുള്ള കൂടിവരവുകൾ മുഖാന്തരമാകട്ടെ. ബന്ധങ്ങൾ ശക്തമാക്കി സഭയെയും സമൂഹത്തെയും നേരോടെ മുൻപോട്ട് നയിക്കുവാൻ, അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ നാടിനെ, നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിച്ച് നിലനിർത്തുവാനുള്ള യത്നത്തിൽ പങ്കാളികളായി 150-ാം വാർഷികത്തിനായി തയ്യാറെടുക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും ശക്തരാക്കുകയും ചെയ്യുമാറാകട്ടെ.